കുറച്ച് സ്വകാര്യ ടോക്കുകളിലേക്ക് പോകാം. കുടുംബത്തെക്കുറിച്ച് ഞാൻ ചോദിക്കാൻ വരിക. ഞാനിങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു സാമ്പത്തികമായിട്ട് ഇങ്ങനെ ഒരു ചുറ്റുപാടുണ്ടാക്കുന്നതിനേക്കാളൊക്കെ കൂടുതൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ. അതെ, ഒരു പൊതുപ്രവർത്തകൻ കൂടെയാണ്. അതെ, അപ്പൊ ഞാൻ ഇപ്പൊ ഒരു KMCCന്റെ ഒരു സജീവ ഒരു പ്രവർത്തകൻ. KMCCയുടെ കുറച്ച് കാര്യങ്ങളൊന്ന് വിശദീകരിക്കാം. KMCC പ്രവർത്തന മണ്ഡലം ആക്ച്വലി ഇപ്പൊ KMCC എന്ന് വെച്ചാല് ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു പോഷക സംഘടന. ഇവിടെ ദുബായ് അല്ല, മൊത്തം ഗൾഫ് ഏരിയയിലും KMCC ആണ്. ദുബായ് സംസ്ഥാനം, അബുദാബി, പിന്നെ ടോട്ടൽ UAE, അങ്ങനെ ഇപ്പോൾ ബഹ്റൈൻ KMCC. അതിപ്പോ KMCC പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു പോഷക സംഘടനയാണെങ്കിലും നമ്മൾക്ക് ഇവിടെ രാഷ്ട്രീയമില്ല. ഇവിടെ നമ്മളെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ റിലീഫ് പ്രവർത്തനം. നാട്ടിലുള്ള പാവങ്ങളെ കൈതത്ര സഹായിക്കുക, പിന്നെ ഇവിടെയുള്ള പാവങ്ങളെ സഹായിക്കുക. ഇവിടെ ഇപ്പോൾ ജയിലിൽ അകപ്പെട്ടു പോയ ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കുക, അവർ ജയിലിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ശരിയായി കൊടുക്കുക. പിന്നെ ഇവിടെ ഈ ആംനസ്റ്റി പീരീഡ് വരുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് അവർക്ക് ഔട്ട് പാസിൻ്റെ സമ്പ്രദായം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുക. അതിലൊന്നും ഞങ്ങളിപ്പോൾ ജാതി മതം ഇതൊന്നും നമ്മുടെ അടുത്തെല്ലാം വരുന്ന അധികം ആൾക്കാർക്കും ഈ ആംനസ്റ്റി പീരീഡിൽ പിന്നെ ഔട്ട് പാസ് ആവശ്യം വരുന്ന ആന്ധ്രാപ്രദേശിലെ ആൾക്കാരാണ്. ആന്ധ്രയിൽ ടോട്ടൽ 80% ഞങ്ങളെ സംഘടനയുടെ ആ ഒരാൾ ഇതല്ല, എല്ലാ ജാതിക്കാരുണ്ട്. അതിൽ മുസ്ലിംസ് ഉണ്ട്, ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യൻ അല്ല. അപ്പോൾ കേരളത്തിലും അതേമാതിരി തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഒരു രാഷ്ട്രീയമില്ല, ഒരു പൊളിറ്റിക്കലില്ല, ജാതി മതം അതൊന്നുമില്ല. ആരൊക്കെ നമ്മുടെ അടുത്ത് സഹായത്തിന് വരുന്ന അവർ അർഹരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സഹായിക്കും. മെയിൻലി ഞങ്ങൾ റിലീഫാണ്. പിന്നെ സാംസ്കാരികമായിട്ടുള്ള ഇവിടെ പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് സാംസ്കാരിക നായകന്മാർ വന്നെങ്കിൽ പിന്നെ ആര് വന്നാലും ഇപ്പം നമ്മളെ ഓഫീസിൽ ഇപ്പോൾ പണ്ട് സമയത്ത് പിന്നെ ഞങ്ങളിപ്പോൾ ലീഗിൻ്റെ ആളായിരുന്നെങ്കിലും EK നായനാർ വന്നിട്ടുണ്ട്, CK പത്മനാഭൻ വന്നിട്ടുണ്ട്, രാജഗോപാൽ വന്നിട്ടുണ്ട്. പക്ഷെ അതോടുകൂടി കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നിട്ടുണ്ടാവും. എല്ലാവരും വരുന്നുണ്ടെങ്കിലും നമ്മൾക്ക് എല്ലാവർക്കും പിന്നെ ഇവർക്ക് കൂടും. ഇപ്പോൾ വേലാരി വന്നിട്ടുണ്ട്, ഉമ്മൻചാണ്ടി വന്നിട്ടുണ്ട്, പിന്നെ നമ്മളെ മരണപ്പെട്ട ഒരു സ്വാമി മഠാധിപതി പണ്ടൊരു വെള്ളാപ്പള്ളിയിൽ ഒന്നിച്ച് മൂപ്പർക്ക് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ KMCC വിസിറ്റ് ചെയ്യും. പിന്നെ അവർക്കൊരു സ്വീകരണം കൊടുക്കും. അത് സാംസ്കാരികമായിട്ട് റിലീഫ് പ്രൊവൈഡ്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് പിന്നെ വീടില്ലാത്തവർക്ക് വീടിന് സഹായിക്കാൻ പറ്റും. പിന്നെ രോഗിത്തിൻ്റെ ചികിത്സ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ അറിയപ്പെടുന്ന 2 CH സെൻ്റർ എന്നിട്ട് കോഴിക്കോട്, പിന്നെ അതുപോലെ തിരുവനന്തപുരം. അതൊക്കെ മെഡിക്കൽ പരമായിട്ട്. അപ്പോൾ KMCCയുടെ പ്രധാന ഉദ്ദേശം ഇല്ലാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ അവശരായ ആളുകൾക്ക് നമ്മുടെ മെയിൻലി കേരളത്തിൽ അതിൽ ഒരു പരിധിയൊന്നുമില്ല. എവിടെ നിന്ന് തിരുവനന്തപുരം മുതൽ നമ്മളെ പിന്നെ മഞ്ചേശ്വരം വരെയുള്ള ആളുകൾ ആർക്കെങ്കിലും ആവശ്യം വരുന്ന നമ്മൾ കൊടുത്തു. ഇപ്പം ഞാനൊരു കാസർഗോഡ് ജില്ലാ കമ്മിറ്റിൻ്റെ ഒരു പ്രസിഡൻ്റാണ്. അപ്പോൾ ഞങ്ങൾ മെയിൻലി ഇപ്പം ഞാൻ അത് നോക്കും വെച്ചാൽ കാസർഗോഡ് ജില്ലയിൽ നിന്നായിരിക്കും നമുക്ക് കൂടുതൽ ആപ്ലിക്കേഷൻ പോകുന്നത്. ആപ്ലിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ ഓഫീസിൽ ഞാനിപ്പോൾ KMCCക്ക് വേണ്ടിയിട്ട് ചില സമയത്ത് പകുതി ഉപയോഗപ്പെടുത്തും. ചില ആപ്ലിക്കേഷൻ റിട്ടേൺ ചെയ്യാനും പിന്നെ അവർക്ക് വിളിക്കും, ചില ആൾക്കാർ വിളിക്കും. അത് വലിയൊരു മനസ്സാണ്, മറ്റുള്ളവരുടെ ഉയർച്ച. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെയും കാണുന്നത്. കാരണം ഒരു നോർമൽ സീറ്റും എടുത്തിട്ട് അതിഥിയായി വന്ന എന്നെ വളരെ ഉയരത്തിലിരുത്തി. അത് തന്നെയാണ് ഏറ്റവും വലിയ എൻ്റെ ഉദാഹരണവും. പിന്നെ കുറച്ച് കുടുംബകാര്യം പിന്നെ കുടുംബത്തെ കുറിച്ചൊന്ന് പറയാമോ? കുടുംബം പിന്നെ നമ്മൾ പള്ളിക്കര ബേക്കൽ ഫോർട്ട് അറിയാലോ? പിന്നെ ബേക്കൽ ഫോർട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. നമ്മൾ പള്ളിക്കരയിലെ എൻ്റെ വീട്. പിന്നെ ഭാര്യ, 5 മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? പേരെന്താണ്? ഒരാൾ കല്യാണം കഴിഞ്ഞ്, ഒരാൾ +2, പിന്നെ ഒരാൾ 8, പിന്നെ 3, പിന്നെ ഒരാളിപ്പോൾ ചേരാൻ വേണ്ടി ഒരു അടുത്ത വർഷം LKGക്ക് പോകേണ്ട ഒരാൾ. ഏകദേശം 4 വർഷം 5 കുട്ടികളാണ്. പിന്നെ ഫാമിലി നല്ല ഹാപ്പി ലൈഫാണ്. ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ പോകുന്ന. പിന്നെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയൊരു ഉദ്ദേശങ്ങളൊന്നുമില്ല. പിന്നെ സാമ്പത്തികമായിട്ട് ഉയരണമെന്നുള്ള വലിയൊരു ആഗ്രഹമൊന്നുമില്ല. അതിനേക്കാളും കൂടുതൽ സഹായിക്കുക എന്നുള്ളതാണ് KMCCയിലെ ഒരു പ്രവർത്തകനായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും അത് വലിയ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എന്തായാലും KMCCയുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഗുണങ്ങൾ ലഭിച്ചവരിലൂടെ തന്നെ നമുക്ക് നാട്ടുകാർക്ക് അറിയാം. പ്രത്യേകിച്ച് ഞാനിവിടെ ഇരുന്ന് പറയുന്നത് പോലും ഒരു അമിതമായി പോവും. എന്തായിരുന്നാലും ഇത്രയും വലിയ മനസ്സിനും, ഇപ്പം നേരത്തെ പറഞ്ഞു, വേറെ ഉയരാനൊന്നും ആഗ്രഹമില്ല, മറ്റുള്ളവരെ സഹായിക്കുക ഈ മനസ്സിനും. എന്നാലും ഞാൻ പറയുന്നു, ഇനി ബിസിനസ്സിലായിരുന്നാലും കുടുംബത്തിലായിരുന്നാലും ഉയർച്ചകൾ മാത്രം തന്നെ ദൈവം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഈ തിരക്കേറിയ സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. എയർപോർട്ടിൽ കയറാനുള്ള സമയമായി. ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി അല്പസമയം മാറ്റിവെച്ചതിന് ഞാൻ നന്ദി പറയുന്നു. വളരെ നന്ദി. നിങ്ങൾ ഇങ്ങനെ വന്ന് നമ്മളോട് സംവദിച്ചതിന് വളരെ നന്ദി.
കേരള വിഷനും ഇതിലൂടെ ഏറ്റവും വലിയൊരു നന്ദി പ്രകാശം.